വളരെ കുറഞ്ഞ ചിലവിൽ ഒരു ഇൻക്യുബേറ്റർ എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നിർമ്മിച്ചെടുക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതിനു മുമ്പായി ഇൻക്യുബേറ്റർ എന്താണെന്ന് അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി, ഇൻക്യുബേറ്റർ എന്നാൽ കുത്തുമുട്ടകൾ വിരിയിച്ചെടുക്കുന്ന, തള്ളക്കോഴിയുടെ സഹായമില്ലാതെ തന്നെ കുത്തുമുട്ടകൾ വിരിയിച്ചെടുക്കാവുന്ന ആധുനിക സംവിധാനം. ആദ്യമായി ഒരു ബോക്സ്, കാലിയായ ഒരു ബോക്സ്, ഈ ബോക്സിനുള്ളിലാണ് നമ്മൾ മുട്ട അടുക്കി വെക്കുന്നത്. അതുപോലെ തന്നെ മുട്ടയ്ക്ക് വേണ്ട ടെമ്പറേച്ചർ നൽകുന്നതിനായി ബൾബ് ഉപയോഗിക്കാം. ബൾബ് ഉപയോഗിച്ച് ടെമ്പറേച്ചർ നൽകാം. ഈ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നതിനായി ഒരു ടെമ്പറേച്ചർ കൺട്രോളർ, അതായത് തെർമോസ്റ്റാറ്റ് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ചൂട് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഫാന്, ഈ ഫാന് 300 രൂപ വിലക്ക് നമുക്ക് വാങ്ങാം, മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. അതായത് വെൽഡിംഗ് മെഷീൻ്റെ ഒക്കെ ഉള്ളിൽ കിട്ടുന്ന ആ ഒരു ഫാനാണ് നമ്മളിവിടെ. AC 220 വോൾട്ട് ഫാന് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ബോക്സിനുള്ളിലെ ഹ്യൂമിഡിറ്റി അറിയുന്നതിനുള്ള ഒരു മീറ്ററും ടെമ്പറേച്ചർ അറിയുന്നതിനുള്ള ഒരു മീറ്ററും. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ഒരു പാത്രം, സ്റ്റീലിൻ്റെ പാത്രം, വെള്ളം ഹ്യൂമിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ. അതായത് ചൂട് കൂടുന്ന സമയത്ത് ഈ ബൾബിൻ്റെ പ്രവർത്തന ഫലമായി ബോക്സിനുള്ളിലെ ഈർപ്പം നഷ്ടപ്പെട്ടു പോകും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സിൽ വെള്ളം വെക്കേണ്ടതുണ്ട്. അതിനായിട്ടുള്ള ഒരു പാത്രം. പിന്നെ മുട്ട തിരിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. മുട്ടനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. അതായത് ചൂട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ വേണ്ടി മുട്ടനെ ഒരു ദിവസം 2 തവണയെങ്കിലും മുട്ട റൊട്ടേറ്റ് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്. ഇത് നിങ്ങൾ സാധാ കൈകൊണ്ട് ചെയ്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് എഗ്ഗ് ടേണർ, നമ്മളൊരു ടെക്നിക്കൽ പരമായിട്ട് എഗ്ഗ് ടേണർ, എഗ്ഗിനെ എങ്ങനെ 2 നേരം തിരിക്കാം എന്ന് ഒരു ടൈമർ വെച്ചിട്ട് എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാം എന്നതും ഞാൻ കാണിക്കുന്നുണ്ട്. ഈ മെഷീനിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു എഗ്ഗ് ടേണർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എഗ്ഗ് ടേണർ എങ്ങനെ നിർമ്മിക്കാം എന്നത് ഇതിന് തൊട്ട് പിറകെ വരുന്ന വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എങ്ങനെ ഇത് നിർമ്മിച്ചെടുക്കാം എന്ന് നമുക്ക് നോക്കാം.
Are you